മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ മുന്നോട്ട് പോകുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ശിവക്ഷേത്രത്തിലെ ഭാരവാഹികളും രഘു, ആംബുലൻസുകൾ അവിടേക്ക് എത്തിക്കഴിഞ്ഞോ? എല്ലാവരുടെയും സാന്നിധ്യം ഇവിടെയുണ്ട് എന്നുള്ളത് പ്രത്യേകം പറയുന്നു. ആംബുലൻസുകൾ വരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആംബുലൻസുകൾ ഒന്നിച്ച് അവിടെ നിന്ന് പുറപ്പെട്ട അതേ രീതിയിൽ ആംബുലൻസുകൾ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഇവിടെ എത്തി അല്പസമയത്തിനകം ഒരു 1-2 മിനിറ്റിനകം തന്നെ പ്രധാനപ്പെട്ട പന്തലിലേക്ക് എത്തും. അവിടെ മന്ത്രിമാർ, സംസ്ഥാന മന്ത്രിസഭയിലെ 4 മന്ത്രിമാരുണ്ട്. അവർ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങും. തുടർന്ന് ചെറിയ രീതിയിലുള്ളൊരു പൊതുദർശനം. ഇതിനുശേഷമായിരിക്കും സർവമത പ്രാജ്ഞത നടക്കുക. ഇതിനുശേഷം ഇവിടെ ഈ പുതിയതായി ഒരുക്കിയ ശ്മശാനത്തിൽ മൃതദേഹങ്ങൾ സംസ്കരിക്കും. എന്തെന്നോ അറിയാത്ത മൃതദേഹങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഇവിടെ കൂടിയിരിക്കുന്ന ആളുകൾ, അതായത് ഇപ്പോഴും തിരിച്ചു വരുമെന്ന് ആളുകൾ പ്രതീക്ഷിച്ചു കഴിയുന്ന ആളുകൾ പോലും തങ്ങളുടെ പ്രിയപ്പെട്ടവരാകാം എന്നുള്ളൊരു വിശ്വാസത്തിൽ അന്ത്യോപചാരം അർപ്പിച്ച് മൃതദേഹങ്ങൾ വേഗത്തിൽ സംസ്കരിക്കാനുള്ളൊരു തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. കാരണം ദുരന്തത്തിൽ മരിച്ച ആളുകളാണ്. അവരുടെ മൃതദേഹം അധിക നേരം പുറത്തു വെക്കുക അത്ര ഒരു പ്രായോഗികമായ കാര്യമല്ല. അതുകൊണ്ട് തന്നെ വേഗതയിൽ എല്ലാ നടപടികളും പൂർത്തിയാക്കി, എല്ലാ ചടങ്ങുകളും പൂർത്തിയാക്കി സംസ്കരിക്കാനുള്ള തീരുമാനമാണ് എത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ തിരിച്ചറിയപ്പെടാത്ത കൂടുതൽ ആളുകളെ ഈ പുത്തുമലയിലെ ഈ ഹിന്ദുസ്ഥാൻ ഹാരിസൺ മലയാളത്തിന്റെ ഈ ഹാരിസൺ മലയാളം വിട്ടു നൽകി ഈ ഭൂമിയിൽ അടക്കാനുള്ള തീരുമാനത്തിലേക്കാണ് ജില്ലാ ഭരണകൂടം എത്തിയിരിക്കുന്നത്. ഇനി ഇതാ ഇപ്പോൾ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് പൊതുദർശനത്തിന് വേണ്ടി അവിടെ ഒരു ഷെഡ് തയ്യാറാക്കുന്നുണ്ടായിരുന്നു. അവിടേക്കാണോ മൃതദേഹങ്ങൾ കൊണ്ടുവരിക? ഈ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ വോളണ്ടിയർമാർ ഉൾപ്പെടെ ഈ പന്തലിനകത്ത് നിന്ന് പുറത്തേക്ക് മാറണം. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ഭൗതിക ശരീരങ്ങൾ കടന്നു വരികയാണ്. രഘു, കേൾക്കാമോ? ആംബുലൻസുകൾ അവിടേക്ക് കടന്നു വരുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകൾ അതിൻ്റെ യാത്ര പൂർത്തിയാക്കി പുത്തുമലയിൽ തയ്യാറാക്കിയിരിക്കുന്ന ശ്മശാനത്തിലേക്ക് എത്തുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന ആളുകൾ എന്തു ചെയ്യണമെന്നടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഒരു തവണ കൂടി അവരെ കാണാനും അവർക്ക് യാത്രയയപ്പ് നൽകാനും വേണ്ടി ആ ആംബുലൻസുകൾ വന്ന വഴിയിലെല്ലാം ആളുകൾ ചെറിയ ചെറിയ കൂട്ടങ്ങളായി കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. 8 പേരുടെ മൃതശരീരമാണ് ഇന്ന് ഇവിടെ സംസ്കരിക്കുന്നത്. 32 കുഴികൾ ഒരുക്കി അത്രയും ആളുകളെ ഒന്നിച്ച് സംസ്കരിക്കും എന്ന് വിചാരിച്ചാണ് അവിടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയത്. നമുക്ക് അവിടെ താൽക്കാലികമായി തയ്യാറാക്കിയ ഷെഡിനുള്ളിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ മൃതദേഹങ്ങൾ കൊണ്ടുവന്ന് കിടത്താനുള്ള സജ്ജീകരണങ്ങളടക്കം തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എത്തിയിരിക്കുന്ന ആളുകൾക്ക് മുഴുവനും മൃതദേഹങ്ങൾ കാണാനുള്ളൊരു സംവിധാനമൊക്കെയാണ് ഒരുക്കിയിരുന്നത്. പക്ഷേ 6 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കാം എന്ന ധാരണകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാവുകയായിരുന്നു. സാങ്കേതികമായ ചില കാരണങ്ങൾ കൊണ്ടാണ് അപ്പോഴത് നടക്കാതെ വന്നത്. ശേഷം മിനിറ്റുകൾക്ക് മുൻപാണ് മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ കൂട്ടമായി പുറത്തേക്ക് എത്തിച്ച് ആംബുലൻസിൽ കയറ്റിയത്. വളരെ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് 12 കിലോമീറ്റർ ദൂരമാണ്. എന്നിരുന്നാലും ഏറെ സമയമെടുക്കുമെന്നാണ് വിചാരിച്ചിരുന്നത്. വളരെ വേഗത്തിലായ യാത്ര പൂർത്തിയാവുകയായിരുന്നു. ശേഷം ഇപ്പോൾ പുത്തുമലയിലെ ശ്മശാന ഭൂമിയിൽ തയ്യാറാക്കിയിരിക്കുന്ന ഷെഡിനരികിലേക്ക് ആംബുലൻസുകൾ എത്തിയിരിക്കുന്നു. 8 ആംബുലൻസുകളാണ് അവിടേക്ക് എത്തിച്ചത്. മൃതദേഹങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് ഇനി അവരുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാണാൻ കാത്തിരുന്ന ആളുകൾക്ക് കാണേണ്ടതുണ്ട്, അന്തിമോപചാരം അർപ്പിക്കേണ്ടതുണ്ട്. ജനപ്രതിനിധികൾ, പൊതുപ്രവർത്തകർ എല്ലാവരും അവിടെയുണ്ട്. നാട്ടുകാർ ഏറെ എത്തിയിട്ടുണ്ട്. ആളുകളെ നഷ്ടമായവരുണ്ട്, പ്രിയപ്പെട്ടവരെ നഷ്ടമായവരുണ്ട്. തങ്ങളിൽ ഒരാളാണോ എന്ന ആശങ്ക ഹൃദയത്തിൽ പേറുന്നവരുണ്ട്. അങ്ങനെയാണ് എങ്കിൽ അവസാനമായി അവരെ ഒന്ന് കാണാം, ഒരു പ്രാർത്ഥന ഹൃദയത്തിൽ നിന്ന് അവിടെ അർപ്പിക്കാം എന്നു കരുതി വന്നു നിൽക്കുന്നവരുണ്ട്. മണിക്കൂറുകളായി വന്നു നിൽക്കുന്നവരുണ്ട്. വൈകുന്നേരം ഏതാണ്ട് ഒരു 3 മണിയോടുകൂടി തന്നെ അവിടേക്ക് ആളുകൾ എത്തുന്നുണ്ടായിരുന്നു. ദൂരെ നിന്ന് അവർ കാണുന്നുണ്ടായിരുന്നു, മൗനത്തോടെ നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് പറയേണ്ടത് എന്നറിയാത്ത മനുഷ്യരാണ് അവർ.
രഘുനാഥ് നാരായണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. രഘു, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ? മൃതദേഹങ്ങളെത്തിയ ശേഷം ചെറിയ രീതിയിലുള്ള പൊതുദർശനം ഉണ്ടാകും. ഇതിനുശേഷം സർവമത പ്രാർത്ഥന നടക്കും. ഇതിന് പിന്നാലെ മൃതദേഹം ഇപ്പോൾ ഇവിടെ എടുത്തിട്ടിരിക്കുന്ന കുടികളിൽ സംസ്കരിക്കും. ഒറ്റ രാത്രി കൊണ്ട് ജീവൻ നഷ്ടമായവർ മാത്രമല്ല, ഒറ്റ രാത്രി കൊണ്ട് അഡ്രസ് കൂടി നഷ്ടപ്പെട്ടവരാണ്, ഒറ്റ രാത്രി കൊണ്ട് മേൽവിലാസം നഷ്ടപ്പെട്ടവരാണ്, ഒറ്റ രാത്രി കൊണ്ട് പേരും മുഖവും നഷ്ടപ്പെട്ടവരാണ് വിവരങ്ങൾ നൽകുന്നത്. പക്ഷേ നമ്മൾക്ക് അവിടെ നിന്നുള്ള നിർദ്ദേശങ്ങൾ കൂടി കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് പുറത്തേക്ക് വരുന്നതിനാൽ തന്നെ ചില പ്രശ്നങ്ങളുമുണ്ട്. നമ്മൾ ഈ ദൃശ്യങ്ങളിലേക്ക് കൂടുതൽ കേന്ദ്രീകരിക്കുകയാണ്. ആംബുലൻസുകളുടെ വെളിച്ചം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പൊതുശ്മശാനത്തിന് പുറത്തെ വഴിയിലേക്ക് ആംബുലൻസുകൾ എത്തിയിരിക്കുന്നു. മേപ്പാടി കമ്മ്യൂണിറ്റി ഹാളിൽ നിന്ന് മൃതദേഹങ്ങൾ ആയിരുന്നു ആ യാത്ര. ഹൃദയഭേദകമായ യാത്ര എന്നുള്ളതാണ്. അന്യായമായ മരണം, അല്ലെങ്കിൽ ഒരിക്കലും വിചാരിക്കാത്ത മരണം, 365 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത് ഈ നിമിഷം വരെ. ഇത്രയും ആളുകൾ എന്ന് പറയുന്നത് എത്രയെത്ര മനുഷ്യരുടെ ആശയും സ്വപ്നവും അഭിലാഷവും ഒക്കെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അവരെയൊക്കെയാണ് നഷ്ടപ്പെട്ടു പോയത്. ഒരു നാടിൻ്റെ ആകെ വേദന. ആരുണ്ട് കേരളത്തിൽ അവരെക്കുറിച്ചോർത്ത് ഒരിറ്റു കണ്ണീർ വാർക്കാത്തവർ എന്നുള്ളതൊരു ചോദ്യമാണ്. ഒരു നിമിഷമെങ്കിലും ഒന്ന് വിങ്ങിപ്പോകാത്തവരാരുണ്ട് എന്നുള്ളത് ഒരു ചോദ്യമാണ്. മനുഷ്യൻ എന്നൊരൊറ്റ ഐഡന്റിറ്റിയിലാണ് അവരെല്ലാവരും അവിടേക്ക് എത്തിയിരിക്കുന്നത്. ആരാണ് എന്നോ എന്താണ് എന്നോ തിരിച്ചറിയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആരുടെ പ്രിയപ്പെട്ടവരാണ്, ഏതു പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത്, ഏത് വിശ്വാസം പിൻപറ്റിയവരാണ്, ഏത് വീട്ടിൽ നിന്നുള്ളവരാണ്, ഒന്നും അറിയില്ല. പാവപ്പെട്ടവരാണോ പണക്കാരാണോ ഒന്നും അറിയില്ല. കറുത്തവരാണോ വെളുത്തവരാണോ, അങ്ങനെ എത്ര തലത്തിൽ നമ്മൾ മനുഷ്യനെ വകതിരിച്ചു കാണാൻ പഠിച്ചു പോയവരാണ്. പക്ഷെ അങ്ങനെയൊന്നുമല്ല. മനുഷ്യൻ എന്നുള്ളത് മാത്രമാണ് അവരുടെയൊക്കെ ഐഡന്റിറ്റിയായി. മനുഷ്യൻ എന്നുള്ളത് കൊണ്ട്, സഹജീവി എന്നുള്ളത് കൊണ്ട് സ്നേഹത്തോടെ വാരി പിടിച്ച് അവരെ യാത്രയാക്കുകയാണ് നമ്മൾ. നമ്മുടെ ഹൃദയത്തിൽ, നമ്മുടെ നെഞ്ചിൻ്റെ ഉള്ളിലാണ് അവർക്ക് നമ്മളൊരിത്തിരി ഇടം കണ്ടെത്തി കൊടുക്കുന്നത് എന്നുള്ളത് ആർക്കാണ് അറിയാൻ കഴിയാത്തത്? അത്രമേൽ നമ്മുടെ ഹൃദയത്തെയൊക്കെ വേദനിപ്പിച്ച് കടന്നുപോയവരാണ്. അവരുടെ പ്രിയപ്പെട്ടവർ നമ്മുടെ പ്രിയപ്പെട്ടവരായിട്ടാണ് ഇനി ഈ ലോകത്ത് അവശേഷിക്കുക എന്നുള്ള ഉറപ്പ് മാത്രമാണ് അവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്നത്. അവരുടെ മൃതദേഹങ്ങൾ വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസുകളാണ് അവിടേക്ക് എത്തിയിരിക്കുന്നത്. പുത്തുമലയിൽ തയ്യാറാക്കിയിരിക്കുന്ന സാമൂഹ്യ ശ്മശാനത്തിന് മുന്നിലേക്ക് ആ ആംബുലൻസുകൾ എത്തിയിരിക്കുന്നു. അവിടെ നിന്ന് മൃതദേഹങ്ങൾ താൽക്കാലികമായി തയ്യാറാക്കിയിരിക്കുന്ന ഷെഡുകളിലേക്ക് മാറ്റാനുള്ള ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. ധാരാളം പേർ അവിടെ എത്തിയിട്ടുണ്ട്. അവർക്കുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അവരുടെ മൃതദേഹങ്ങൾ കയ്യേറ്റു വാങ്ങാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കി സന്നദ്ധ സേവന പ്രവർത്തകർ PPE കിറ്റ് അടക്കം ധരിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. അവരോടൊപ്പം ചേർന്ന് മറ്റുള്ളവരുമുണ്ട്. വൈകുന്നേരം വളരെ കുറഞ്ഞ മണിക്കൂറുകൾ കൊണ്ടാണ് കാടുപിടിച്ചു കിടന്നൊരു ഭൂമിയെ അവർ അത്യധ്വാനത്തിലൂടെ ഒരു ശ്മശാന ഭൂമിയായി മാറ്റിയിരിക്കുന്നത്. 32 കുഴികൾ ആഴത്തിലെടുത്ത് മണ്ണു നീക്കി അവരെ അവിടെ അടക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. വന്യമൃഗശല്യം അടക്കമുള്ള മേഖലയാണ്. ഒരു തരത്തിലും ഇനി ഒരു വേദനയ്ക്കും അവരെ വിട്ടുകൊടുക്കാതെ മണ്ണിന് കൊടുക്കുക എന്നുള്ള ലക്ഷ്യമാണ് മുന്നിലുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അത്രമേൽ ആഴത്തിൽ ആ കുഴികളെടുത്തത്. ആ ഷെഡുകളിലേക്ക് മൃതദേഹങ്ങൾ എത്തിച്ച് കൊണ്ടുപോയി വെക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഭൗതിക ശരീരം ഈ പന്തലിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഈ ഭാഗത്ത് മുൻപന്തിയിലേക്ക് വരാതെ പ്രാർത്ഥനകളും കർമ്മങ്ങളും ഒക്കെ നിർവഹിക്കാനുള്ള പ്രത്യേകമായ സൗകര്യം ഉണ്ടാവണം. ആ കാര്യത്തിൽ ഒരു രീതിയിലുള്ള അലംഭാവം ഉണ്ടാവരുത് എന്നുള്ളത് പ്രത്യേകം പറയുന്നു. അഞ്ചാമത്തെ ഭൗതിക ശരീരം അന്ത്യയാത്രയ്ക്കായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. ചെയ്തു